ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ അനുഭവത്തിൽ നിന്ന് വിഷയങ്ങളെ മാറ്റുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, മൂന്നാമത്തെ മന്ത്രത്തിൽ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ മെസ്സേജ് കിട്ടി, അത് മനസ്സിലായില്ല, ഒന്നുകൂടി വിശദീകരിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വോയിസ് അയച്ചിരുന്നു. പക്ഷേ ആളിപ്പോൾ ക്ലാസ്സിൽ വന്നിട്ടില്ല, ചോദിച്ച ആൾ. ഇനി അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഏതായാലും അങ്ങനെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി പറയാം. ഓരോ അനുഭവത്തിൽ നിന്നും നമ്മളിപ്പോൾ ഒരു വിഷയത്തിനെ കാണുമ്പോൾ വിഷയം, അതിനെ കാണുന്ന ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളെ അറിയുന്ന മനസ്സ്, അതിനെ കാണുന്ന ബുദ്ധി ഇല്ലെങ്കിൽ അഹങ്കാരം, അതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവ്, ഇങ്ങനെ നമ്മൾ പിന്നോട്ട് വരണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ആത്മാവാണ് എല്ലാത്തിനെയും ചൈതന്യവത്താക്കുന്നത്, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ആത്മാവിലാണ് എല്ലാം. അങ്ങനെയാണ് വിഷയങ്ങളിൽ നിന്ന് അനുഭവത്തിനെ കാണുക, അല്ല അനുഭവത്തിൽ നിന്ന് വിഷയങ്ങളെ തള്ളുക എന്ന് പറഞ്ഞത്. അങ്ങനെയായിരുന്നു പറഞ്ഞത്. വിഷയത്തിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ ദേവത, പിന്നെ മനസ്സ്, ബുദ്ധി, ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നറിയും. അപ്പോൾ ഓരോ അനുഭവത്തിലും ആത്മസാന്നിധ്യം അറിയുക. ഇതായിരുന്നു ഇതിന് മുമ്പത്തെ മന്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആൾ ജീവൻ മുക്തി എന്ന അവസ്ഥയിലേക്ക് എത്തും, കൈവല്യത്തെ പ്രാപിക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇത് അർക്കാനിലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു മനമാകുന്ന കണ്ണതിന്, അങ്ങനെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അതേ കാര്യം ഉള്ളിലേക്ക്, വിഷയത്തിൽ നിന്ന് ഉള്ളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അനുഭവത്തിലും ഈശ്വര സാന്നിധ്യം കാണാൻ സാധിക്കും. ഇന്ന് നാലാമത്തെ മന്ത്രം നോക്കാം. സ്വപ്നാന്തം ജാഗരിതാന്തം സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ യേനാനുപശ്യതി മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. സ്വപ്നാന്തം ജാഗരിതാന്തം, ഇവിടെ അവസ്ഥാത്രയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വപ്നത്തിലും ജാഗ്രതയിലും അവസാനിക്കുന്ന യാതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യം ഹേതുവായിട്ട് നമ്മൾ ഈ സ്വപ്നത്തിനെയും ജാഗ്രതനെയും കാണുന്നുവോ, സർവശ്രേഷ്ഠവും എല്ലാറ്റിൻ്റെയും നിയന്താവുമായ ആ ആത്മതത്വത്തെ മനനം ചെയ്തറിയുമ്പോൾ വിഷയനിവൃത്തനായ പുരുഷൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിവർത്തിക്കുന്നു. ഇതാണ് അർത്ഥം. അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്ന് അവസ്ഥകളാണ് ജീവന് ഉള്ളത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, നന്നായി ഉറങ്ങുന്ന അവസ്ഥ, ഇതാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ ഇതിൽ ജാഗ്രത എപ്പോഴുണ്ടായി? ജാഗ്രത ഉണ്ടായി നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉറങ്ങിക്കഴിഞ്ഞ് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ജാഗ്രത അവസ്ഥ ഇല്ലാണ്ട് സ്വപ്ന അവസ്ഥ തുടരും. അത് സ്വപ്നാവസ്ഥയിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നാവസ്ഥയും കഴിഞ്ഞു. ഒന്നിൽ നമ്മൾ നല്ല സുഷുപ്തി അവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിലേക്ക് വരും. സുഷുപ്തി അവസ്ഥയിൽ അനുഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അത് ഇതോടെ പറഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ, ഒരു ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് രണ്ട് അവസ്ഥയിലുള്ളൂ. ഒന്നിൽ അത് സ്വപ്നാവസ്ഥ, ഇല്ലെങ്കിൽ ജാഗ്രത അവസ്ഥ. ഇത് രണ്ടും മാറി മാറി വരുന്നുണ്ട്, സ്ഥിരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസ്ഥകളെല്ലാം ആര് കാണുന്നുവോ, ഇല്ലെങ്കിൽ ഏതൊരു ചൈതന്യമാണോ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നത്, ആ ചൈതന്യത്തിനെ മനനം കൊണ്ടറിയണം എന്ന് പറയുന്നു. ആരാണ് എൻ്റെ സ്വപ്നത്തിന് സാക്ഷിയായിരുന്നത്? ഇതെങ്ങനെ അറിയാൻ പറ്റുക? നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നൊരനുഭവം നമ്മൾക്കുണ്ട്. അപ്പം നമുക്കറിയാം ആ ഒരു അനുഭവത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. സ്വപ്ന അവസ്ഥയും ജാഗ്രത അവസ്ഥയും പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വപ്നത്തിലുള്ള ആളല്ല ഞാൻ ഉണർന്നിരിക്കുമ്പോൾ, ഇല്ല ഉണർന്നിരിക്കുന്ന ആളല്ല സ്വപ്നത്തിലുള്ളത്. അപ്പം നമ്മൾ സ്വപ്നത്തിലെ അനുഭവങ്ങൾ കാണുമ്പോഴും ആ സ്വപ്നം കാണുന്നു എന്നൊരറിവ് അപ്പോഴും ഉള്ളിലുണ്ട്. ജാഗ്രത അവസ്ഥയിലും ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും കണ്ട് ഓർമ്മിക്കുന്ന ഒരു ചൈതന്യം നമ്മളിലുണ്ട്. ഇതെല്ലാവരുടെയും നിത്യജീവിതത്തിലുള്ളതാണ്. ആ ചൈതന്യമാണ് ഞാൻ എന്നറിയണം. അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷി എന്ന് പറയാം. അതാണ് ആത്മതത്വം എന്ന് പറയുന്നത്, ആത്മാവ്. അതിനെങ്ങനെ അറിയും? ഇങ്ങനെ മനനം കൊണ്ട് മാത്രമേ അറിയാൻ
പറ്റുള്ളൂ, അല്ലാതെ നോക്കിയാൽ കാണില്ലല്ലോ. പക്ഷേ ഈ അനുഭവമുണ്ട്. അനുഭവത്തിന് നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും വന്നു നിന്നു മാറുന്നു, പക്ഷേ ഇതിനെ കാണുന്ന ഞാൻ മാറ്റമില്ലാതിരിക്കുന്നു എന്നറിയും. ഈ മാറ്റമില്ലാത്ത ഞാനാണ് ആത്മാവ്. എല്ലാ അനുഭവങ്ങളും വരുമ്പോൾ അതൊന്നും എൻ്റെ ധർമ്മങ്ങളല്ല, അല്ലെങ്കിൽ ജീവൻ്റെ ധർമ്മമല്ല. അത് രണ്ടും അവസ്ഥകളുടെ ധർമ്മമാണ്. ജീവൻ സാക്ഷിയാണ്. ജീവൻ ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്ന ആളാണ്. പക്ഷെ ജീവൻ ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്നതും വേറൊരു ചൈതന്യം അറിയുന്നുണ്ട്. ജീവൻ്റെ അപ്പുറം ജീവത്വം എന്നതിനെ കാണുന്ന ഒരു അനുഭവം, ഒരു ചൈതന്യം, അതാണ് ആത്മാവ്. അപ്പോൾ ജീവൻ എന്നത് ദൃശ്യമാണ്, അവസ്ഥാത്രയങ്ങളും ദൃശ്യമാണ്. ദൃശ്യമെല്ലാം ദ്രഷ്ടാവിൽ നിന്ന് വേറെയാണ്. ദ്രഷ്ടാവ് എപ്പോഴും ഉണ്ട്. ഇത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അവസ്ഥാത്രയങ്ങളെ വിശദീകരിക്കുന്ന ഉപനിഷത്തുണ്ട്. മാണ്ഡൂക്യ ഉപനിഷത്താണ് അത്. അപ്പോൾ എന്തെങ്കിലും മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം നമ്മുടെ ജീവിതത്തിനെ നമസ്കാരം, ജീവിതത്തിനെ വിശദീകരിക്കാൻ ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് ഉപനിഷത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ജീവിതാനുഭവങ്ങളാണ്. നമുക്ക് ഇരുന്ന് ആലോചിച്ചറിയാം. ഞാൻ ഉണർന്നിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ സ്വപ്നം കണ്ടതും ഞാൻ അറിഞ്ഞു, ഞാൻ ഒന്നും അറിയാതെ ഉറങ്ങിയതും ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ മൂന്നിനെ അറിഞ്ഞൊരു ഞാൻ വേറെയുണ്ട്, നാലാമത്. ഇതാണ് ഞാൻ. തുരീയം എന്നാണ് പറയാം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം. ലളിതാ സഹസ്രനാമത്തിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്യൈ നമോ നമ എന്നൊരു മന്ത്രമുണ്ട്. ദേവിയെക്കുറിച്ചുള്ള മന്ത്രം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിക്ക് സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. ഇപ്പം നമുക്കറിയാം ദേവി എവിടെയാണെന്നുള്ളത്. അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവനവൻ്റെ ഉള്ളിലെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അറിയുന്ന ചൈതന്യമാണ് ദേവി എന്നുള്ള അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ മനനം ചെയ്തിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ആത്മാവാണ് നീ എന്നറിയൂ എന്നാണ് ഇവിടെ നചികേതസിനോട് പറയുന്നത്. അപ്പം നമ്മളൊക്കെ ആ ആത്മാന്വേഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ നചികേതസ് ഭാവത്തിലാണ് അപ്പം നമ്മളോടും കൂടിയാണ് പറയുന്നത്. നിത്യജീവിതത്തിൽ നിന്നും ആത്മാവിനെ അറിയൂ. അതിൻ്റെ മുമ്പ് വിഷയാനുഭവങ്ങളിൽ നിന്ന് ആത്മാവുണ്ട് എന്നറിയൂ പറഞ്ഞു. ഇപ്പം പറഞ്ഞു നിത്യജീവിതത്തിൽ ഓരോ അനുഭവത്തിൽ നിന്നും ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെങ്ങനെ അറിയണം? നിധിധ്യാസത്തിലൂടെ അറിയണം. നിധിധ്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രവണം നന്നായി കേട്ടു, കാര്യങ്ങളൊക്കെ കേട്ടതിനെ നന്നായിട്ട് മനനം ചെയ്തു, നന്നായി ചിന്തിച്ചു, തത്വങ്ങളൊക്കെ മനസ്സിലായ തത്വങ്ങളെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങണം. അത് വളരെ സ്വാഭാവികമായിട്ട് വരണം നമുക്ക്. അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. നിധിധ്യാസനം ഉണ്ടെങ്കിൽ ഇപ്പോൾ വേദാന്ത പഠനത്തിൽ ശ്രവണം, മനനം, നിധിധ്യാസനം, ഇതാണ് പ്രൊസീജിയർ. ഇതിന്ന് ഏതെങ്കിലും ഒന്ന് വിട്ടാൽ അത് പോയി, കയ്യിൽ നിന്നെല്ലാം പോയി. ഇപ്പം മുമ്പ് പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കണം. വാൾത്തലയുടെ മുകളിൽ കൂടെ നടക്കുന്നത് പോലെയാണ് ഈ വിചാരമാർഗത്തിലൂടെയുള്ള ഈശ്വരാന്വേഷണം. നിരന്തരമായിട്ടിത് മനനം ചെയ്ത് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നീങ്ങുള്ളൂ. ഇല്ലെങ്കിൽ സാധനയിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അടുത്ത മന്ത്രം നോക്കാം. യ ഇമം അദ്വദ്ദം വേദ ആത്മാനം ജീവമന്തികാത് ഈശാനം ഭൂതഭവ്യസ്യ ന തദോ വിജുഗുപ്സതേ ഏതദ്വൈ തത്. കർമ്മഫലം മദ്വദ്ദം എന്ന് പറഞ്ഞാൽ ശരിക്കും തേൻ കുടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കർമ്മഫലത്തിനെയാണ് തേൻ എന്ന അർത്ഥത്തിൽ പറയുന്നത്. കർമ്മഫലദാതാവും കഴിഞ്ഞതിൻ്റെയും വരാൻ പോകുന്നതിൻ്റെയും നിയന്താവും ജീവസ്വരൂപിയുമായ ഈ ആത്മാവിനെ താനായി തന്നെ അറിയുന്നുവോ ആ അറിവിനു ശേഷം ന വിജുഗുപ്സത നിന്ദിക്കപ്പെടുന്നില്ല, അവിദ്യയാൽ ആക്രമിക്കപ്പെടുന്നില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈശ്വരനും ജീവനും ആത്മാവും ഒന്നു തന്നെ. ഇതാണ് മനസ്സിലാക്കാനുള്ളത് ഈ അർത്ഥത്തിൽ. കർമ്മഫലങ്ങളുടെ ദാതാവായ ഈശ്വരൻ എന്ന് പറഞ്ഞു. നമ്മൾ ആത്മാവിന് കർത്തൃത്വം ഭോക്തൃത്വം ഒന്നുമില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഈശ്വരൻ എങ്ങനെയാണ് കർമ്മഫലം തരുന്നു എന്ന് പറയാം?
ഇവിടെ നമ്മൾ ഈശ്വരനും ആത്മാവും കൂടിയുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഭക്തന്മാർ പറയുന്ന ഈശ്വരനല്ല വേദാന്തത്തിലെ ഈശ്വരൻ. വേദാന്തത്തിലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സമഷ്ടി സുഷുപ്തി അഭിമാനി, അങ്ങനെ പറയാം. അതായത് സൃഷ്ടി വ്യഷ്ടി സമഷ്ടി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വ്യഷ്ടി പറഞ്ഞ സിംഗിൾ യൂണിറ്റ്, നമ്മൾ ഓരോരുത്തരും വ്യഷ്ടിയാണ്. എല്ലാം കൂടി ചേരുന്നത് സമഷ്ടി ആണ്. അപ്പം നമ്മൾക്ക് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ ഉള്ളതുപോലെ തന്നെ സമഷ്ടിക്ക് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളുണ്ട്. അങ്ങനെ സമഷ്ടി സുഷുപ്തിയിലിരിക്കുമ്പോഴുള്ള അഭിമാനിക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അവിടെ അഭിമാനമുണ്ട്, അഹങ്കാരമുണ്ട്. ഈ അവസ്ഥ എപ്പോഴാണ് നഷ്ടപ്പെടുക? ആത്മസാക്ഷാത്കാരത്തിൽ അതില്ല, അത് ലയിക്കും. പരമാത്മാവിലുണ്ടാകുന്ന മായയ്ക്ക് അധീനമായിട്ടിരിക്കുന്ന 3 അവസ്ഥകളാണ് ഈശ്വരൻ, ഹിരണ്യഗർഭൻ, വിരാട്. അത് വ്യഷ്ടിതലത്തിലാകുമ്പോൾ നമ്മൾ ജാഗ്രതയിലാകുമ്പോൾ വിശ്വൻ, സ്വപ്നത്തിൽ തൈജസൻ, സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്ന് പറയും. വിശ്വ തൈജസ പ്രാജ്ഞന്മാർ. വിരാട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ഇതെല്ലാം ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ പ്രകടമാവുന്നത് ആത്മാവിൽ നിന്നാണ്. അപ്പം ആത്മാവ് എപ്പോഴും ഉണ്ട്. ഇത് എപ്പോഴും ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ഈശ്വരനെ കർമ്മഫലദാതാവ് എന്നിവിടെ പറയുന്നത്. എന്തിൽ നിന്നാണോ അനുഭവങ്ങൾ ഉദിച്ചു വരുന്നത്, അതുകൊണ്ട് അതിന് ഈശ്വരൻ എന്ന് പറയണം. എല്ലാത്തിനെയും വീശനം ചെയ്ത് നിർത്തുക, നിയന്ത്രിച്ച് നിർത്തുക എന്നാണ്. പിന്നെന്ത് പറയണം? അനുഭവങ്ങളുടെ ഭോക്താവായിരിക്കുന്ന ജീവൻ, നമ്മൾ ഓരോരുത്തരും ഭോക്തൃത്വമുള്ളവർ. ഇതും അപ്പോൾ ഈശ്വരനും ജീവനും ആത്മാവിൽ നിന്ന് വേറെയല്ല, ഭിന്നമല്ല. ഇതാണ് ശ്ലോകം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ് ഈശ്വരനായും ജീവനായും നമുക്ക് അനുഭവപ്പെടുന്നത്. ജീവൻ എന്നൊരു വസ്തുവില്ല. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത് ജീവൻ എന്നാൽ ആത്മാവിന് ദേഹവുമായിട്ടുള്ള താതാത്മ്യമാണ് ജീവൻ എന്ന അവസ്ഥയിൽ നമ്മൾ അറിയുന്നത്. ഇത് തന്നെ 3 വിധത്തിലാണ്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറയും. 3 വിധത്തിൽ ആത്മാവിനെ അറിയുമ്പോൾ ജീവത്വം എന്താണ്, ഇല്ലേ, ഞാൻ ഈ ജീവൻ പറയുന്നത് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു, പക്ഷെ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് ജീവൻ ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് വസ്തുവില്ല. അപ്പോൾ ജീവൻ ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ ജീവൻ 1-ാം ദിവസം ഇന്ന തലത്ത് പോയി മരിച്ചു കഴിഞ്ഞാൽ 2-ാം ദിവസം ഇന്ന സ്ഥലത്തെത്തി, 16-ാം ദിവസം ഇന്ന തലത്തെത്തി എന്നൊക്കെ പറയുന്നത് വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ അജ്ഞാനമാണ്. അപ്പം ഈ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുമ്പം ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ആ ജീവൻ എന്താണ്, അത് എവിടെയാണ് എന്ന ഈ ഒരു അന്വേഷണം കൂടി വേണം നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളും ക്രിയകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആചാരം മാത്രം പോരാ, നമ്മൾ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും കൂടി അറിയാൻ ശ്രമിക്കണം. അതൊരു അവസരമാണ് ആത്മാന്വേഷണം നടത്താനുള്ള. അപ്പം ഇങ്ങനെ എന്നിലെ ഈ ജീവൻ എന്ന അനുഭവം അതുതന്നെയാണ് ആത്മാവ് എന്നറിയുന്ന ആള് പിന്നെ ഒരിക്കലും ആ ശ്രേഷ്ഠതയിൽ നിന്ന് താഴേക്ക് വരുന്നില്ല. അവിടെ സ്ഥിരമായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ അറിവ് സ്ഥിരമാണ്. ആത്മബോധത്തിൽ എത്തിക്കഴിഞ്ഞ ഒരാൾ എപ്പോഴും ഉള്ളൊരു ചോദ്യമുണ്ട്, ഒരിക്കൽ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം അതില്ല, ദുഃഖം ഉണ്ടാവുന്നില്ല. അയാളെപ്പോഴും ജീവൻ മുക്തനായിട്ട് തന്നെയാണ് ഇരിക്കുക. ഞാൻ ആത്മാവിൽ നിന്ന് വേറെയല്ല, ഞാൻ തന്നെയാണ് ആത്മാവ്, അഹം ബ്രഹ്മാസ്മി. ഇതാണ് ആ അറിവ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സുഖദുഃഖങ്ങളെ അയാൾ അനുഭവിക്കേണ്ട. എന്ന് പറഞ്ഞാൽ മായ അനുഭവങ്ങളൊന്നും, മായ കൊണ്ടുണ്ടാവുന്ന അനുഭവങ്ങളാണ്, മായാപീഠ എന്നാ പറയാം, ആ അനുഭവങ്ങളൊന്നുമില്ല. സുഖവും ദുഃഖവും എപ്പോഴും മനസ്സും ബുദ്ധിയുടെയും ദേഹത്തിൻ്റെ തലത്തിലുണ്ടാവുള്ളൂ. ഇതിനെല്ലാം അതിക്രമിച്ചു കഴിഞ്ഞ ഒരാൾ, ഞാൻ ദേഹമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് അറിയുന്ന ഒരാൾ, ഞാൻ ആത്മാവാണ് എന്ന് അറിയുന്ന ഒരാൾ ദേഹം, മനസ്സ്, ബുദ്ധിയുടെ തലത്തിലുള്ള അനുഭവങ്ങൾക്ക് സാക്ഷി മാത്രമാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ എത്രയൊക്കെ പണിപ്പെട്ടും ബുദ്ധിമുട്ടിയും ഈ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക്, അതായത് ഓരോരുത്തരും അവനവൻ ആരാണ് എന്നറിയാൻ ശ്രമിക്കണം. ഞാൻ ആത്മാവാണ് എന്നറിയാൻ ശ്രമിക്കണം. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാവുന്നുള്ളൂ. ഇതാണ് പറയുന്നത്. അപ്പം ആത്മാവ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്നിലെ
ജീവനായിട്ട് സ്ഫുരിക്കുന്നത് എന്താണോ അതുതന്നെയാണ് ആത്മാവ്. ഇതെപ്പോഴും ഓർമ്മിക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആത്മാവ് വേറെ എവിടെയോ ഉള്ളൊരു സാധനം, ജീവൻ വേറെ എവിടെയോ ഉള്ളൊരു സാധനം, ഇത് ജീവിതം എന്താണ് പറയുക, ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ശരീരത്തിലേക്ക് കയറി വന്നു, അപ്പോൾ ശരീരം ആക്ടിവേറ്റ് ആയി തുടങ്ങി, അത് ശരീരത്തിൽ നിന്ന് പോയി, അപ്പം ശരീരം മരിച്ചു പോയി. ഇങ്ങനെ ഒരു വിചാരത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. പക്ഷെ ഉപനിഷത്ത് വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ആ വിചാരം മാറ്റേണ്ട സമയമായി. എപ്പോഴും ആധ്യാത്മിക ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള പല വിചാരങ്ങളെയും മാറ്റിമറിക്കും. കാരണം നമ്മൾ അജ്ഞാനത്തിലാണ്. അപ്പോൾ അതിലേക്ക് പുതിയ പുതിയ അറിവുകൾ വരുമ്പം അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റണം. എന്നാലേ പഠനം മുന്നോട്ട് പോവുള്ളൂ. 6ാമത്തെ മന്ത്രം നോക്കാം. യപൂർവം തപസോ ജാതം അഭ്യ പൂർവമജായത ഗുഹാം പ്രവിശ്യ തിഷ്ടന്തം യോ ഭൂതേഭിർവ്യപശ്യത ഏതദ്വൈ തത്. യാതൊരു പരമാത്മാവ് തപസ്സിനു മുമ്പ് ജാതനായി ജലത്തിനു മുമ്പ് ഉണ്ടായി യാതൊരു പരമാത്മാവ് ഹൃദയഗുഹയെ പ്രാപിച്ചിട്ട് ജീവാത്മാക്കളോടുകൂടി സ്ഥിതി ചെയ്യുന്നതായി കാണപ്പെട്ടുവോ അതാണ് നീ ചോദിച്ച ഈ പരമാത്മാവ്. ഈ തത് എന്നാണ് ആ പരമാത്മാവ്. പരമാത്മാവിനെ കുറിച്ചാണ് യമധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ പരമാത്മാവിനെ അറിയാൻ പറ്റും. ഇനി ആ പരമാത്മാവിൻ്റെ ഒരു ഗുണം പറയുന്നത്, ഈ കാണുന്ന സൃഷ്ടിയെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ്, സൃഷ്ടി വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നതിന് മുമ്പ്, അതാണ് തപസ്. തപസ് പറഞ്ഞ ചിന്ത എന്നാണ്. ആദ്യമായിട്ടൊരു ചിന്ത വരുന്നതിന് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അപ്പം നമ്മൾ സൃഷ്ടി പ്രക്രിയ, ആക്ച്വലി സൃഷ്ടി ഉണ്ടായിട്ടില്ല, സൃഷ്ടി ഉള്ളതായിട്ട് തോന്നുന്നതാണ്. ഇതിപ്പം ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും ഇതാണ് പറയുന്നത്. എന്തിനാ സൃഷ്ടി ഉണ്ടായി എന്ന് ആദ്യം പറയുന്നത്? എന്താണ് ഉണ്ടായത് എന്ന് ആദ്യം നമ്മൾ നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായി എന്ന് നോക്കണം. ഇതിനാണ് അന്വേഷണം പറയാം. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകും. കാര്യം, കാരണം, അങ്ങനെ പറയാം. എന്താണോ ഉണ്ടായതായിട്ട് തോന്നുന്നു അത് കാര്യം, എന്താണോ അങ്ങനെ ആയി മാറിയത് അത് കാരണം. അപ്പം ഒരു സ്വർണ്ണ മോതിരം ഉണ്ടെങ്കിൽ മോതിരം കാര്യവും സ്വർണം കാരണവുമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ അനുഭവത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം കാര്യം കാരണം, കാര്യം കാരണം, ഈ തലത്തിലേക്ക് വേണം പോകാൻ. അപ്പോൾ ഈ സൃഷ്ടി മുഴുവൻ എന്താണ്? സൃഷ്ടി പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഭൂമി തത്വം, ജലം, അഗ്നി, വായു, ആകാശം, ഇതിൻ്റെ മിക്സാണ് ഈ കാണുന്നതെല്ലാം. പഞ്ചീകരണ പ്രക്രിയ കൊണ്ടാണ് സൃഷ്ടി ഉള്ളതായിട്ട് തോന്നുന്നത്. ഇതെവിടെ നിന്നുണ്ടായി എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ, സൃഷ്ടി കാരണം പഞ്ചഭൂതങ്ങൾ കാര്യമാണെങ്കിൽ അതിൻ്റെ കാരണം, അപ്പം നമ്മൾ തമസ് പറയും. തമസിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. തമസ് എവിടെ നിന്നുണ്ടായി? തമസ് കാര്യമാണെങ്കിൽ അത് ഇവിടെ നിന്നുണ്ടായി. ഇങ്ങനെ ഒരു അന്വേഷണം പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ത്രിഗുണങ്ങൾ എന്നൊരു സംഭവമുണ്ട്. സത്വം, രജസ്, തമസ്. അത് എവിടുന്ന് വന്നു ചോദിക്കുമ്പോൾ അത് മായയിൽ നിന്ന് വന്നു. മായ എവിടുന്ന് വന്നു ചോദിക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് വന്നു. ഇങ്ങനെയാണ് അന്വേഷണം പുറകോട്ട് പോകുക. അപ്പം നമ്മൾ സൃഷ്ടിയെ വേണ്ട വിധം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് പരമാത്മാവിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ആദ്യം ഉള്ളത് പരമാത്മാവാണ് എന്ന് പറയാൻ കാരണം. ബ്രഹ്മം, പരമാത്മാവിന് ബ്രഹ്മം. അപ്പോൾ ആ ബ്രഹ്മത്തിൽ സൃഷ്ടി ഉണ്ടാവണം എന്നൊരു ചിന്ത വന്നു, അല്ലെങ്കിൽ ഒരു സങ്കല്പം വന്നു, അത് പിന്നെ സൃഷ്ടിയായിട്ട് മാറി. ഇതാണ് അറിയുന്നത്. സൃഷ്ടിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു സൃഷ്ടിയും ഉണ്ടായിട്ടില്ല, ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നത് പോലെ കണ്ണാടിയിൽ നമ്മളെ കാണും, പക്ഷേ യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ നമ്മളില്ല, ഒരു പ്രതിഫലനം മാത്രം. അങ്ങനെ ആത്മാവ് അന്ധകരണത്തിൽ പ്രതിഫലിക്കുന്നതാണ് ജീവൻ. നമ്മുടെ കർമ്മവാസനകൾക്കനുസരിച്ചിട്ട് മനസ്സ് സൃഷ്ടിക്കുന്നതാണ്, തോന്നിപ്പിക്കുന്നതാണ് ഓരോരുത്തരുടെയും അനുഭവ മണ്ഡലങ്ങൾ വരുന്നത്. ലോകം, ഓരോ വ്യക്തിക്കും ഓരോ ലോകമാണ്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇനി വേറൊരു സംശയം വരുന്നത്, ഓരോ പുസ്തകത്തിലും സൃഷ്ടിയുടെ പ്രക്രിയ പല വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സൃഷ്ടി ഉണ്ടായി, ബ്രഹ്മമുണ്ടായി, അതിൽ നിന്ന് മായ ഉണ്ടായി, മായയിൽ നിന്ന് ത്രിഗുണങ്ങളുണ്ടായി, അങ്ങനെ പറഞ്ഞു പോകും.
ചിലതിൽ ബ്രഹ്മത്തിൽ കാലശക്തി രൂപപ്പെട്ടു, കാലശക്തി പിന്നെ വിവർത്തമായി സൃഷ്ടിയായി. അങ്ങനെ പിന്നെ ബ്രഹ്മം മായ മഹത്തത്വമുണ്ടായി, അഹങ്കാരമുണ്ടായി, അഹങ്കാരം മൂന്നായി വിഭജിച്ചു, അതങ്ങനെ വേറെ പോകും. അങ്ങനെ ഇത്രയും തിയറികൾ എന്തിനാണ് ഉണ്ടായത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഓരോ പുസ്തകത്തിൽ ഓരോ വിധത്തിലാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെന്താ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടില്ല, ഒരേപോലെ എന്താ എല്ലാവരും പറയാത്ത? ഓരോ ഋഷിമാരെന്തിനാ ഓരോ വിധത്തിൽ പറയുന്നത്? അപ്പോൾ അതിനുള്ള മറുപടി ഗുരു പറയുന്നത് ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണല്ലോ ഈ ചോദ്യം തന്നെ. സൃഷ്ടിയില്ല എന്നുള്ളതാണ് ഏത് വിധത്തിൽ കൂടെ പറഞ്ഞാലും അവസാനം പറയുന്നത് എന്താണ്? സൃഷ്ടി എന്നത് ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം തന്നെ ശരിയല്ല. എന്തിൽ നിന്ന് എന്താദ്യം ഉണ്ടായി എന്ന ചോദ്യം ശരിയില്ല. കാരണം ഒന്നും ഉണ്ടായിട്ടേ ഇല്ല, തോന്നൽ മാത്രമാണ്. അത് കാരണം ആ ചോദ്യത്തിലേക്കില്ല, പ്രക്രിയയിലേക്കല്ല നോക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ആധാരം എന്താണ്, അതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇല്ലാത്തൊരു സൃഷ്ടി പിന്നെ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഏത് അതിലാദ്യം ഉണ്ടായി എന്ന ചോദ്യം തെറ്റാണ്. അപ്പം ഇങ്ങനെ പലരും ഇപ്പം നമ്മുടെ ഹൈന്ദവ ശാസ്ത്രങ്ങളൊക്കെ വിമർശിക്കുന്ന പലരും ഇതൊക്കെ എടുത്തിട്ടാണ് പറയാം, ഇന്ന ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭഗവത്ഗീതയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉപനിഷത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് മൂന്നും കൂടി ചേരണില്ലല്ലോ, ഒരേപോലെ പറയണ്ട, പല സൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പറയാൻ. ഓരോ വിധത്തിൽ ഇതെന്തിനാ ഇങ്ങനെ വിധത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും ഓരോ വിധത്തിലാണ്, ഒരേപോലത്തെ ആരുമില്ല. അവരുടെ ചിന്തിക്കാനുള്ള കഴിവും മനനം ചെയ്യാനുള്ള കഴിവും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവനവന് എന്താണോ സാധിക്കുന്നത് ആ വിധത്തിൽ ചിന്തിക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലുമൊക്കെ തിയറി അവർക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ചിലവരുണ്ട് ജ്ഞാനമാർഗം ഇങ്ങനെ വിചാരത്തിൽ കൂടെ മാത്രം പോകുന്നവർ. ചിലവർക്ക് ഭക്തിയാണ് പ്രാധാന്യം, അവരതിനനുസരിച്ച് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവർ തെറ്റാണ് ഇവർ തെറ്റാണ് പറയാൻ പറ്റില്ല, അവർക്ക് അതാണ് ചേരുന്നത് ആ വഴിക്ക്. ഹിന്ദുവിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഒരു മതമോ ഒരു ഗ്രന്ഥമോ ഒരു ദൈവമോ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര വഴികളും ഇഷ്ടമുള്ളത്ര ഗ്രന്ഥങ്ങളും ഇഷ്ടമുള്ളത്ര തിയറികളും ഉണ്ട്. പക്ഷെ എത്തിച്ചേരുന്ന തലം ഒന്നാണ്, ലക്ഷ്യം ഒന്നാണ്, മാർഗം പലതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും എല്ലാ സൃഷ്ടിക്കും മുമ്പായിട്ട് എന്താണോ ഉണ്ടായിരുന്നത് അതാണ് ബ്രഹ്മം. ഇപ്പോൾ സയൻസിൻ്റെ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഓരോ വസ്തുവിനെ എടുത്ത് അതിനെ വിശ്ലേഷണം ചെയ്ത് ഉള്ളിലേക്ക് പോയി ഒരു വസ്തു എടുത്തു, അത് തന്മാത്രയായി മോളിക്യൂൾസ് ആണെന്നറിയാം. മോളിക്യൂൾസിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആറ്റംസ് ആണെന്ന് പറയും. അങ്ങനെ പോയി ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി മാറ്റർ എനർജി തലത്തിലെത്തി. അതിൻ്റെയും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ എവിടുന്ന് ഉണ്ടായി? മാറ്റർ ആൻഡ് എനർജി എവിടുന്ന് വന്നു? അതിനെന്തായിരുന്നു ആധാരം? അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ബ്രഹ്മം എന്ന തലത്തിലേക്ക് എത്തുന്നത്. അതിന് ശുദ്ധബോധം, നമ്മൾ പല വാക്കുകളെ പറയാം. ബ്രഹ്മം, ശുദ്ധബോധം, പരമാത്മാവ്, ഭക്തൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഭഗവാൻ, അങ്ങനെയൊക്കെയാണ് പറയാം. പല പേരിലാണ്, നമുക്ക് ഏത് പേരിൽ വിളിച്ചാലും തത്വം ഓർമ്മ വരണം. ഇതാണ് ആറാമത്തെ മന്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏഴാമത്തെ മന്ത്രത്തിലേക്ക് പോവാം. യാ പ്രാണേന സംഭവതി അതിഥിർദേവതാമയീ ഗുഹാം പ്രവിശ്യ തിഷ്ഠന്തി യാ ഭൂതേഭിർവ്യജായത ഏതുദൈ തത്. ഇവിടെ ആത്മാവിൻ്റെ വേറൊരു വിശദീകരണം തരികയാണ്, എന്താണ് എന്ന് മനസ്സിലാക്കുക. ഈ കാണുന്ന ബ്രഹ്മം പ്രാണനോടുകൂടി ദേവതാമയിയായിരിക്കുന്ന അതിഥിയായിട്ട് പ്രകടമാകുന്നു. ഈ ദേവി നാനാവിധ ജീവജാലങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ഹൃദയഗുഹയെ പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പരമാത്മാവ്. ഈ കാണുന്ന ബ്രഹ്മത്തിൽ പ്രാണശക്തിയുണ്ട്. പ്രാണശക്തി പറഞ്ഞാൽ ഇവിടെ സമഷ്ടി പ്രാണനെ കുറിച്ചാണ് പറയുന്നത്. അത് ദേവതാമയിയായിരിക്കുന്ന ദേവിയായി, അതിഥിയായി എന്നാണ്. നമ്മൾ പുരാണത്തിലൊക്കെ വായിക്കുക, അതിഥിയിൽ നിന്നാണ് ദേവത ഉണ്ടായത് എന്ന് പറയും. ഇവിടെ ദേവത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല എന്താ പറയുക, ഹാൻഡ്സമായിട്ട് കിരീടമൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാർ, ആ ദേവതയല്ല. ദേവത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ശക്തി. ഓരോ ഇന്ദ്രിയത്തിനും ഓരോ അതിദേവതയുണ്ട്, ഇന്ദ്രിയങ്ങളുടെ ദേവതയുണ്ട്. ഇപ്പോൾ കണ്ണിന് ആ ദേവതാ ശക്തി ഇല്ലെങ്കിൽ, അതായത് കണ്ണിന്
കാഴ്ച ശക്തി എന്ന ദേവത ഇല്ലെങ്കിൽ കണ്ണ് കാണില്ല. കണ്ണെന്ന അവയവം ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല. അതുപോലെ ശ്രവണം, കാതിന്, ശ്രോത്ര ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ ശക്തി ഇല്ലെങ്കിൽ അത് കേൾക്കില്ല. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തിക്ക് പറയുന്ന പേരാണ് ദേവത. ഈ ദേവതയായിട്ട് മാറിയിരിക്കുന്ന എന്താണ്? സമഷ്ടി പ്രാണൻ എന്നാണ്. ഈ വിശ്വമനസ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്ന് പറയും. ഇങ്ങനെ പല പേരുകളാണ് ഇതിനൊക്കെ. അതാണ് ഇന്ദ്രിയങ്ങളെയും ദേവതകളെയും അനുഭവങ്ങളെയും സൃഷ്ടിക്കുന്നത്. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് അതിഥി എന്നാണ്. അതിഥിയാണ് ഇന്ദ്രിയ ദേവതകളായിട്ട് മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് അനുഭവങ്ങളെ കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് നാനാവിധ ജീവജാലങ്ങളായി പ്രകടമാവുന്ന നമുക്ക് അനുഭവപ്പെടുന്നത്. പുരാണങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ബ്രഹ്മാവാണ് സൃഷ്ടിച്ചതെന്ന് പറയും. ഇതിന് പറയുന്ന പേരാണ് ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ സൃഷ്ടിയായില്ല. ആ ശക്തി, ബ്രഹ്മാവ് എന്നറിയപ്പെടുന്ന ശക്തി, സമഷ്ടി മനസ്സ് പല വിധത്തിലുള്ള ജീവജാലങ്ങളായും വസ്തുക്കളായും പ്രകടമാവാൻ തുടങ്ങി, ഭിന്നങ്ങളായിട്ട് കാണപ്പെടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു ചിന്ത പലതായിട്ട് കാണുന്നതാണ് സ്വപ്നം. സ്വപ്നത്തിൽ ഓരോ വസ്തുവും അവനവൻ തന്നെയാണ്. സ്വപ്നത്തിൽ ഓരോ ക്യാരക്ടറും അവനവൻ തന്നെയാണ്. സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ചൈതന്യം തന്നെയാണ് സ്വപ്നലോകമായിട്ട് മാറുന്നത്. അതുപോലെ ബ്രഹ്മത്തിലെ ഈ സമഷ്ടി പ്രാണൻ എന്ന് പറയുന്ന പലവിധ ജീവജാലങ്ങളായിട്ട് കാണപ്പെടുന്നു. നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. അതേ ശക്തി തന്നെയാണ് നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് ഈ ജീവജാലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ജീവൻ എന്ന് പറയും. ഇതിനെ നമ്മൾ വേറൊരു തലത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവനവൻ്റെ ഈ ജീവൻ എന്ന് പറയുന്ന ശക്തി തന്നെയാണ്, ഇല്ലെങ്കിൽ ആത്മതത്വം തന്നെയാണ് അവനവൻ്റെ ലോകമായിട്ട് മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്താ പറഞ്ഞാൽ, ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിന് ഉത്തരവാദി, അനുഭവങ്ങൾക്ക് ഉത്തരവാദി എന്നറിയും. ഇവിടെ സുഖവും ശത്രുവും മിത്രവും ഒക്കെ ആയിട്ട് കാണുന്നത് നമ്മൾ അവനവനെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ അറിവില്ലായ്മ കാരണം വേറെ വേറെയായിട്ട് കാണുന്നു. ഇതുപോലെ തന്നെയുള്ള കാര്യം. അപ്പോൾ ഈ കാണപ്പെടുന്ന സൃഷ്ടി മുഴുവൻ ബ്രഹ്മതത്വം, ബ്രഹ്മം തന്നെ, ആത്മാവ് തന്നെ പലതായി പ്രകടമാവുന്നതാണ്, അങ്ങനെ പ്രകാശിക്കുന്നതാണ്. അപ്പോൾ സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല. സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായി കാണപ്പെടുന്നത്. ഇതിനാണ് അദ്വൈതം പറയുന്നത്. ഇവിടെ രണ്ടാമതായിട്ടൊന്നുമില്ല, ഒന്ന് തന്നെയുള്ളൂ. ഒന്നിനെ തന്നെ പലതായിട്ട് കാണുന്നു. അതാണ് അദ്വൈതത്തിൻ്റെ. സൃഷ്ടിയും സ്രഷ്ടാവും വേറെയല്ല. ഇതിനെ മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. മതത്തിലൊക്കെ എന്താ പറയുന്നത്? ദൈവം ആണ് സൃഷ്ടിച്ചത്. ഒന്നാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു, രണ്ടാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു, 6 ദിവസം സൃഷ്ടിച്ചപ്പോഴേക്ക് 7-ാം ദിവസം ദൈവം പോയിട്ട് റെസ്റ്റ് എടുത്തു. അപ്പോൾ തന്നെ ഒരു ചോദ്യം വരുന്നത്, 7-ാം ദിവസം ദൈവം റെസ്റ്റ് എടുക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് എന്തിനാ റെസ്റ്റ് എടുക്കണേ? ദൈവം ക്ഷീണിച്ചു പോയോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത് വരുന്നത്, എന്തൊന്നും ഉണ്ടാക്കണമെങ്കിലും റോ മെറ്റീരിയൽ വേണം. അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിലേ ഒരു ഉൽപ്പന്നം ഉണ്ടാവുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ റോ മെറ്റീരിയൽ വേണം. അപ്പോൾ ദൈവം 1-ാം ദിവസം ഭൂമിയെ സൃഷ്ടിച്ചു, ഇല്ലെങ്കിൽ 2-ാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെയൊക്കെ സൃഷ്ടിക്കാനുള്ള അസംസ്കൃത വസ്തുവിനെ ആര് സൃഷ്ടിച്ചു? അത് എവിടുന്നുണ്ടായി എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മതം പിന്നെ സൈലന്റ് മോഡിലേക്ക് പോകും. മതത്തിലെ ദൈവങ്ങൾക്ക് അതിന് ഉത്തരമില്ല. കാരണം മതത്തിലെ ദൈവങ്ങളൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചാണ്. അതുകൊണ്ടാണ് അതിന് ഉത്തരമില്ലാതെ പോകുന്നത്. അപ്പോൾ അദ്വൈത സിദ്ധാന്തം അനുസരിച്ചിട്ട് ഇവിടെ പറയുന്നത്, നമ്മളതിന് നിമിത്ത കാരണം, ഉപാദാന കാരണം എന്നൊക്കെ പറയും. ചുരുക്കി പറഞ്ഞാൽ ദൈവിക ശക്തി തന്നെയാണ് സ്വയം ഈ അസംസ്കൃത വസ്തുക്കളായിട്ട് മാറിയതും അത് പിന്നെ വസ്തുക്കളായിട്ട് മാറിയതും. പ്രോഡക്റ്റ്, റോ മെറ്റീരിയലും പ്രോഡക്റ്റും എല്ലാം ഒരേ സാധനം തന്നെയാണ്. ഇപ്പോൾ ഒരു സ്വർണം സ്വയം ആഭരണമാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്വർണം തന്നെയാണ്. നമ്മൾ കാണുന്ന ആഭരണത്തിലും അതിൻ്റെ സോഴ്സും സ്വർണം തന്നെ എന്ന് പറയുന്നത് പോലെ ഈ സൃഷ്ടി, ദൈവം സ്വയം സൃഷ്ടിയാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടിയായിട്ട് കാണപ്പെടാൻ തുടങ്ങിയ ഈ സൃഷ്ടിയിലൂടെ നമ്മൾ ദൈവത്തിനെയാണ് കാണുന്നത്. അതറിയുന്നത് കൊണ്ടാണ് മരത്തിനെയും കല്ലിനെയും പുഴയൊക്കെ നമ്മൾ പൂജിക്കുന്നത്. അതിലൂടെ നമ്മൾ ദൈവത്തിനെ കാണണം. അത്ര കഴിവുള്ളവരാണ്. ജ്ഞാനദൃഷ്ടി, അറിവിൻ്റെ കണ്ണിലൂടെ അതിനെ കാണാൻ പറ്റുള്ളൂ. സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ ഈ നഗ്നനേത്രങ്ങളെ കൊണ്ട്, കണ്ണ്
എന്ന അവയവം കൊണ്ട് അതിനെ കാണാൻ പറ്റില്ല. ബുദ്ധി എന്ന ഒരു ഫാക്കൽറ്റി കൊണ്ട് മാത്രമേ ഈ തലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മനസ്സ് നമ്മളുടെ എപ്പോഴും സൂക്ഷ്മ ബുദ്ധി വേണം പറഞ്ഞത്. ഏറ്റവും സൂക്ഷ്മമായതിനെ മനനം ചെയ്ത് അറിയാനുള്ള കഴിവ് അത് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന എല്ലാം സമഷ്ടി ചൈതന്യം പലതായിട്ട് പ്രകടമാവുന്നതാണ് എന്നറിയണം. അപ്പോൾ എന്താണോ സൃഷ്ടിയായിട്ട് കാണപ്പെടുന്നത് അത് പരമാത്മാവാണ്. ഇവിടെ ഒരു വാക്ക് പറഞ്ഞിരിക്കുക, പ്രജ്ഞാദൃഷ്ടി വേണമെന്നാണ്. ബുദ്ധിയാകുന്ന കണ്ണിലൂടെ വേണം കാര്യങ്ങളെ കാണുന്നത്. ഇത് തന്നെ ഇവിടെ നമ്മളുടെ അകത്ത് അന്തര്യാമിയായിട്ടിരിക്കുന്നു. അന്തര്യാമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലിരുന്ന് എല്ലാം അറിയുന്ന ആൾ, നമ്മളുടെ അവസ്ഥാത്രയങ്ങളെ മുഴുവൻ, ജാഗ്രത അവസ്ഥയെ, സ്വപ്നാവസ്ഥയെ, സുഷുപ്തി അവസ്ഥയെ അറിയുന്നതായിട്ട് ഏത് ചൈതന്യമാണോ ഉള്ളത് അതേ ചൈതന്യം തന്നെയാണ് നമ്മളുടെ പുറത്ത് സൃഷ്ടിയായിട്ട് പ്രകടമായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളിലും പുറത്തൊക്കെ ഒരേ ആൾ തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ട് ഈ ഭേദം, ഈ ഭിന്നത്വം നമുക്ക് തോന്നുന്നു. ഇത് അഭിന്നമാണ്. ഈ ഭിന്നത്വം തോന്നുന്നിടത്തോളം കാലം നമ്മൾ അജ്ഞാനത്തിലാണ്. ജ്ഞാനത്തിലെത്തുന്ന അവസ്ഥയിൽ ഇത് എല്ലാം ഏകമാണ് എന്നറിയുള്ളൂ. അതിനാണ് മനനം ചെയ്യണം. അപ്പം നമ്മൾ ആലോചിച്ച് ആ തലത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇതിൽ വേറൊന്നും കൂടി പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ എല്ലാം ഈശ്വരനായിരിക്കെ, എല്ലാം ആത്മാവായിരിക്കെ, സൃഷ്ടി ആത്മാവിൽ ഉണ്ടായി, ആത്മാവിൽ നിലനിന്നു, ആത്മാവിലേക്ക് ലയിക്കുന്നു. നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ജന്മമരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എല്ലാം ആത്മാവാണെങ്കിൽ ഈ ഉണ്ടായി എന്ന് തോന്നപ്പെടുന്ന രൂപം ആത്മാവിലുണ്ടായി, ആത്മാവിൽ നിന്നു, ആത്മാവിലേക്ക് ലയിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മരണം ഇല്ലെങ്കിൽ ജനനം എന്നൊരു സംഭവം ഉണ്ടായോ? നമ്മൾ കടലിൽ തിര കാണുന്നത് പോലെ എല്ലാ തിരകളും ജലം തന്നെയാണ്. ജലത്തിൽ നിന്ന് അന്യമായിട്ടൊരു തിരക്ക് ഉണ്ടാവാൻ പറ്റില്ല. തിര എന്നുള്ളത് ജലത്തിലുണ്ടാവുന്ന ചലനങ്ങൾ മാത്രമാണ്. ആ തിരകളായിരിക്കുമ്പോഴും അത് ജലമാണ്. തിരകൾ ലയിച്ചു കഴിഞ്ഞാലും, കടലിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ അത് ജലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ജലമാണ് ഉണ്ടായിരുന്നത്. ഇത് ഓർമ്മിച്ചിരിക്കുന്ന ഒരാൾക്ക് ദേഹമാണ് വന്നു നിന്നു പോകുന്നത്, ഞാൻ എന്ന ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്ന ബോധത്തിൽ നിൽക്കും. അതാണ് ആത്മാവിനെ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ. ഞാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നില്ല, ദേഹം എന്നൊരു ഉപാധി വന്നു നിന്നു പോയി, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഈ തലത്തിലേക്ക് എത്താനാണ് പറയുന്നത്. ഇതാണ് സത്യം. ആരോട് പറഞ്ഞ നചികേതസ് മരണത്തിൻ്റെ രഹസ്യം ചോദിക്കണേ. ഇവിടെ യമധവൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് തോന്നലാണ്. ജഗത് മിഥ്യ, ജഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതിൽ ഇതെല്ലാം വന്നു നിന്നു പോകുന്നു എന്ന് തോന്നുന്നു, മിഥ്യയാണ്. ഇത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാവും. കാരണം നമ്മൾ ഇതിനെ എന്തിനൊക്കെ ഭയപ്പെടുന്നു അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ആത്മാവിനെ കുറിച്ച് വീണ്ടും പറയണോ? അരണ്യോർ നിഹതോ ജാതവേദാ ഗർഭ ഇവ സുഹൃദോ ഗർഭിണീഭി ദിവേ ദിവൈഡ്യോ ജാഗ്രവദ്ഭി ഹവിഷ്മദ്ഭിർ മനുഷ്യേഭിരഗ്നി ഏതദ്വൈതത്. ഹോമം ചെയ്യുന്ന അഗ്നിയെ ഒക്കെ ഉദാഹരണമായിട്ട്, ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഉദാഹരണമായിട്ടൊക്കെയാണ് ഇനി അടുത്തത് പറയുന്നത്. ഒരു ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയാണോ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി പരിപാലിച്ച് ഒരു ശിശുവാക്കി മാറ്റുന്നത്, അതുപോലെ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഹോമം ചെയ്യുന്നതിന് മുമ്പ് അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. അരണിയുടെ ഇത് വെച്ചിട്ട് കടഞ്ഞിട്ട്, അത് നമ്മളിപ്പോഴും പല സ്ഥലത്തും ഹോമം ചെയ്യുമ്പം അതാ കാണുക. യജ്ഞമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അരണി കടയും. അപ്പോൾ ഈ അരണിയിൽ എപ്രകാരമാണോ അഗ്നി അടങ്ങിയിരിക്കുന്നത്, അതിനെ എങ്ങനെയാണോ പ്രയത്നം കൊണ്ട് നമ്മൾ ജ്വലിപ്പിച്ച് പിന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന അദൃശ്യമായ ഈ ആത്മാവിനെ അറിഞ്ഞ് അതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും ഓർമ്മിക്കണം.
ഇവിടെ ഹോമം ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ അഗ്നി ഉണ്ടായി ആ അഗ്നിയെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നത് പോലെ, അഗ്നിയിലേക്ക് ഹവിസുകൾ സമർപ്പിക്കുന്നത് പോലെ ഈ ബ്രഹ്മതത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഓർമ്മ നിലനിർത്തണം. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഇതിൽ പറയുന്നത്, ഹോമത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന അഗ്നി ആയത് കാരണം അവ്യക്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് അതിനെ നിലനിർത്തുന്നതാണ്. അതുപോലെയാണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് നമുക്ക് അറിയില്ല, പക്ഷെ അതിനെ കൊണ്ടുവന്ന് നിലനിർത്തണം. അപ്പോൾ ഈ അഗ്നി ജ്വലിപ്പിക്കുന്ന, എന്നിട്ട് അതിനകത്തേക്ക് ഹവിസുകൾ സമർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് അഗ്നിയെ എന്തിനാണ് ജ്വലിപ്പിക്കുന്നത് വെച്ചാൽ അഗ്നി അല്ലാത്തതിനെ എല്ലാം ദഹിപ്പിക്കാൻ. അതിനാണ് അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. ഈ ഹോമത്തിൻ്റെ വേറൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് അഗ്നി അല്ലാത്തതിനെ എല്ലാം ദഹിപ്പിക്കാനാണ്. അതാണ് അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ആത്മബോധം ഉണർത്തേണ്ടത് എന്തിനാണ് എന്ന് വെച്ചാൽ അനാത്മാവായിട്ടുള്ള എല്ലാതിനെയും മാറ്റാൻ. അനാത്മാവായതിനെ തിരിച്ചറിഞ്ഞ് ആ അജ്ഞാനത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ് ഇവിടെ. അപ്പം ഒരു ഹോമം കാണുമ്പം നമ്മൾ സാറിന് ഇപ്പം ഗണപതി ഹോമത്തിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ എത്രയാണ് നെയ്യ് കോരി ഒഴിക്കണത്, നെയ്ക്കൊക്കെ എന്താ വില, അങ്ങനെ ആലോചിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അതിലേക്ക് ഓരോന്ന് സമർപ്പിക്കുന്നതും ഇതാണ്, സൃഷ്ടിയെ ആത്മാവിലേക്ക് ലയിപ്പിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ബ്രഹ്മേതര ഭാവങ്ങളെ ലയിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇനി മുതൽ ഒരു ഉപനിഷത്ത് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എവിടെയെങ്കിലും ഹോമം ഒക്കെ കാണുമ്പം ഇതൊക്കെയാണ് ഓർമ്മിക്കേണ്ടത്. ഇപ്പം സാധാരണ രീതിയിൽ എന്താ പറയുക, ഹോമം ചെയ്തു, അഗ്നി വന്നു, അഗ്നിയിൽ നിന്ന് ദൈവം ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് ആ ദൈവം ഉയർന്നു വരുള്ളൂ. ഇതൊക്കെ ഭാവനയാണ്, ഇത് അറിവാണ്, ഇതാണ് വ്യത്യാസം. അങ്ങനെ നമുക്ക് ഓരോ കർമ്മത്തിനെയും അറിവിലേക്ക് ലയിപ്പിക്കുമ്പോൾ, ഓരോ അനുഭവങ്ങളെയും അറിവിലേക്ക് ലയിപ്പിക്കും. അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ ഭാവങ്ങളെയും ഈ അറിവാകുന്ന അഗ്നിയിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മതത്വത്തിലെത്തും. ഇതാണ് അടുത്ത പറയുന്നത്. അങ്ങനെ എത്തിച്ചേരാം എങ്കിൽ എന്തിലേക്കാണോ ഇതൊക്കെ ലയിപ്പിക്കുന്നത് അതാണ് ആത്മാവ്. ഇതിനെ ഈ വിധത്തിലൊക്കെ പറയാൻ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞു, ആത്മാവിനെ ഒരിക്കലും വാക്കുകൊണ്ട് വിശദീകരിക്കാനാവില്ല, ലക്ഷണങ്ങളെ കൊണ്ട് അറിയണം എന്നാണ് പറയാം. ലക്ഷണവും പ്രമാണങ്ങളൊക്കെയാണ്. അപ്പോൾ ആ തലത്തിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. പക്ഷെ ഇതൊക്കെ നമ്മൾ നിത്യാനുഭവത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുമാണ്. അത് കാരണം എന്ത് കാണുമ്പോഴും ഇത് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. യതശ്ചോദേതി സൂര്യഃ അസ്തം യത്ര ഗച്ഛതി തം ദേവാ സർവേ അർപ്പിതാഃ തദുനാത്യേതി കശ്ചന ഏതദ്വൈ തത്. ഇവിടെ ആത്മാവിൻ്റെ മറ്റൊരു വിശദീകരണം പറയുന്നു നമുക്ക് മന്നത്തിന് എളുപ്പമായിട്ട്. ഇവിടെ എന്താ പറയുന്നത്, എന്തിൽ നിന്നാണോ സൂര്യൻ ഉദിക്കുന്നത്, എന്തിലേക്കാണോ അസ്തമിക്കുന്നത്, എല്ലാ ദേവന്മാരും ഏതൊരു ചൈതന്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നുവോ അതാണ് ബ്രഹ്മം. ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ. സൃഷ്ടി എന്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എന്തിൽ നിലനിൽക്കുന്നു, എന്തിലേക്ക് ലയിക്കുന്നുവോ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ സൂര്യനെ പറയണം. സൂര്യൻ ഒരു പ്രതീകമാണ്, സൃഷ്ടിയുടെ പ്രതീകം. ഇല്ല ഓരോ വസ്തുവിൻ്റെയും സൂര്യൻ എപ്രകാരമാണോ ഉദയവും അസ്തമയവും ഉള്ളത്, അതുപോലെ സൃഷ്ടിക്ക് ഓരോന്നിനും ഉദയമുണ്ട്, അസ്തമയമുണ്ട്. ഓരോന്നും ജനിക്കുന്നുണ്ട്, ഓരോന്നും മരിക്കുന്നുണ്ട്, തിരിച്ച് ലയിക്കുന്നുണ്ട്. മരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചതിലേക്ക് ലയിക്കുന്നു. എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ച് ലയിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തിൽ നിന്ന് തുടങ്ങി എന്തിലേക്ക് ലയിക്കുന്നുവോ അത് ബ്രഹ്മം. അപ്പോൾ യഥാർത്ഥത്തിൽ ജനന മരണങ്ങൾ ഉണ്ടായോ അവിടെ തന്നെയാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുക വീണ്ടും. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം 28-ാമത്തെ ഒരു ശ്ലോകം ഉണ്ട്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന എന്ന് ചോദിച്ചിട്ടുണ്ട്. അർജുനോട് ഭഗവാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കാണുന്നതെല്ലാം അവ്യക്തത്തിൽ നിന്നുണ്ടായി, കുറച്ചു കാലം വ്യക്തമായി നിന്നു, പിന്നെ വീണ്ടും അവ്യക്തത്തിലേക്ക് ലയിച്ചു. അതിലിപ്പോൾ എത്ര എന്താണ് വിഷമിക്കാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ
കുറച്ചു കാലം വ്യക്തമായി നിന്നു എന്ന് പറയുമ്പം അത് തോന്നലാവാനേ സാധ്യതയുള്ളൂ. കാരണം അവ്യക്തത്തിൽ നിന്ന് വ്യക്തമായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ താൽക്കാലികമായിട്ട് തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു സാധനത്തെ നടുക്ക് മാത്രം നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമൊക്കെ അങ്ങനെ. ഉദാഹരണമായിട്ടാണ് ഈ രജ്ജു സർപ്പഭ്രാന്തി പറഞ്ഞിരിക്കുന്നത്. ഒരു കയറിനെ കണ്ടിട്ട് പാമ്പായി തെറ്റിദ്ധരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള എന്തായിരുന്നു? കയറ് മാത്രമായിരുന്നു. പാമ്പ് എപ്പോൾ ഉണ്ട്? പാമ്പ് കുറച്ച് നേരത്തേക്ക് വന്നു, ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷെ അത് കയറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് പാമ്പ് അപ്രത്യക്ഷമായി. അപ്പോൾ ആ പാമ്പ് തുടക്കത്തിലും ഇല്ലായിരുന്നു, ഒടുക്കത്തിലും ഇല്ല. നടുക്ക് കുറച്ച് നേരത്തേക്ക് പ്രകടമായി, യഥാർത്ഥത്തിൽ അനുഭവപ്പെട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ അന്നേരം പാമ്പ് ഇല്ലായിരുന്നു. താൽക്കാലികമായിട്ട് അജ്ഞാനം കാരണം തോന്നിയതാണ്. ഇതുപോലെയാണ് സൃഷ്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നേരത്തേക്കൊക്കെ ഉണ്ട് തോന്നും. അപ്പോൾ പാമ്പ് ഉള്ള സമയത്ത് ആ പാമ്പ് എന്തിനെ ആശ്രയിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ കയറിനെ ആശ്രയിച്ചിരുന്നു. അതുപോലെ സൃഷ്ടി ഉണ്ട് എന്ന് അനുഭവപ്പെടുമ്പോൾ സൃഷ്ടി എന്തിനെയാണ് ആശ്രയിക്കുന്നത്? ബ്രഹ്മത്തെയാണ് ആശ്രയിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പ് എന്താണുള്ളത്? ബ്രഹ്മം. സൃഷ്ടി ലയിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ബ്രഹ്മം. സൃഷ്ടി ഉണ്ട് എന്ന് തോന്നുമ്പോൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ബ്രഹ്മത്തെ. അപ്പോൾ ഇവിടെ ബ്രഹ്മം മാത്രമല്ലേ ഉള്ളൂ. സൃഷ്ടി ഉണ്ട് എന്നുള്ളത് ഒരു പ്രതീതി, തോന്നൽ മാത്രമാണ്. ഇതാണ് ഈ ശ്ലോകത്തുനിന്ന് മന്ത്രത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തൊന്നിനെ കാണുമ്പോഴും അതിൻ്റെ ആധാരം എന്താണ് എന്ന് അന്വേഷിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറയുന്നത്, കയറിനെ കണ്ട് പാമ്പായിട്ട് തോന്നുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പ്രകൃതിയിലെ എല്ലാ ചലനങ്ങൾക്കും, ഇവിടെ അസ്തമയത്തിന് പ്രകൃതിയുടെ ചലനമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചലിക്കുന്നുണ്ടോ അതിനൊക്കെ അചലമായിട്ടുള്ള ഒരു ആധാരമുണ്ട്. അതിനെ ആശ്രയിച്ചിട്ട് ഈ ചലനങ്ങൾ നടക്കുള്ളൂ. അതാണ് ബ്രഹ്മം. ഇപ്പം ബ്രഹ്മത്തിനെ കുറിച്ച് ഓർമ്മിക്കാൻ, മനനം ചെയ്യാനുള്ള ഒരുപാട് വഴികളാണ് പറഞ്ഞു നോക്കിയത്. ഏതിലെങ്കിലുമൊക്കെ നമ്മൾ കയറി പിടിച്ച് പോകണം. ഇത് പുസ്തകം പഠിക്കുന്ന പോലെ പഠിക്കാനുള്ളതല്ല. നമ്മളിപ്പോൾ കുറേ ശ്ലോകം നന്നായിട്ട് ചൊല്ലി, ഇല്ലെങ്കിൽ പുസ്തകം പഠിക്കുന്ന പോലെ കുറേ ബൈഹാർട്ട് പഠിച്ചു, അതിലൊന്നുമല്ല കാര്യം. ഇങ്ങനെ മനനം ചെയ്ത് ഇതിനെ വീണ്ടും 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 ആലോചിച്ച് അതിൻ്റെ തത്വങ്ങളിലേക്ക് കയറണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും നമുക്ക്. കാരണം ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ അറിവ്. ഇതൊരു വ്യക്തിക്കോ ഒരു ജാതിക്കോ ഒന്നും അവകാശപ്പെട്ടതല്ല. എല്ലാവരുടെ ഉള്ളിലും ഈ അറിവുണ്ട്. കാരണം നമ്മളൊക്കെ ജീവന്മാരാണ്. നമ്മൾ മറന്നുപോയതാണ് പ്രശ്നം. നമ്മൾ നമ്മളുടെ സ്വരൂപം മറന്നുപോയി. ആ ഓർമ്മ വീണ്ടെടുക്കണം. എന്തിനെക്കുറിച്ചാണോ മറന്നുപോയത് അതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓർമ്മിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നോക്കാം. 10ാമത്തെ മന്ത്രം. യദേവേഹ യദമുത്ര തദന്യഹ മൃത്യോസ മൃത്യുമാപ്നോതി യൈഹനാനേവ പശ്യതി. ഇവിടെ യാതൊന്നുണ്ടോ അവിടെയും അതുമാത്രമാണുള്ളത്. അവിടെ യാതൊന്നുണ്ടോ ഇവിടെയും അതുതന്നെയാണുള്ളത്. ആർ ഇപ്രകാരം കാണുന്നുവോ അതുതന്നെ ഇവിടെയുമുണ്ട്. ഇവിടെ ആർ നാനാത്വത്തെ കാണുന്നുവോ ആ വ്യക്തി മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെ യാതൊന്നുണ്ടോ അവിടെയും അതുമാത്രമാണുള്ളത്. അവിടെ യാതൊന്നുണ്ടോ ഇവിടെയും അതാണുള്ളത്. ഇവിടെ ആർ നാനാത്വത്തെ കാണുന്നുവോ അയാൾ മരണത്തിൽ നിന്നും മരണത്തെ പ്രാപിക്കുന്നു. കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള മന്ത്രമാണ് ഇത്. അവിടെയും ഇവിടെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ജീവഭാവത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ജീവൻ. അതാണ് അവിടെയും ഇവിടെയും ഒന്ന് പറഞ്ഞത്. ഇത് അറിയാത്തവർ, അപ്പം ജീവൻ തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മം തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ സൃഷ്ടി, നമ്മൾ ജീവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയായിട്ട് കാണുന്നത്, ഇതിനാദ്യം നമ്മൾ അംഗീകരിക്കണം. സൃഷ്ടിയായിട്ട് കാണപ്പെടുന്ന ബ്രഹ്മം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സൃഷ്ടി തന്നെ. ഇങ്ങനെ
കണ്ടു കഴിയുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ അവിടെയും ഇവിടെ ഒന്ന് തന്നെയാണെങ്കിൽ അവിടെയും ഇവിടെ നിന്നുള്ള വ്യത്യാസം എങ്ങനെ വരും? അല്ലെങ്കിൽ അത് വേറെ ഇത് വേറെ വ്യത്യാസം എങ്ങനെ വരും? അത് വരില്ല. ഏകത്വം ഒന്നും തന്നെ ഉള്ളൂ, മറ്റൊന്നില്ല, ഒന്ന് രണ്ടാമതായിട്ട് വേറൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് ആദ്യത്തെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ മന്ത്രത്തിൻ്റെ. അവിടെ തന്നെ ഇവിടെ എന്താണോ ഉള്ളത് അതാണ് അവിടെയും, അവിടെ എന്താണോ ഉള്ളത് ഇവിടെയും എന്ന് പറഞ്ഞാൽ ബ്രഹ്മവും സൃഷ്ടിയും ഒന്ന് തന്നെ. ഇത് രണ്ടും ഒന്നായിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വിഭിന്നതകൾ വരികയില്ല. ഇപ്പോൾ 2 വീടുണ്ടെന്ന് വിചാരിക്കുക. 2 വീട്, ഒരു കോൺക്രീറ്റ് വീട്, ഒരു ഓല വീട്, നടുക്ക് വായു, അന്തരീക്ഷം. ഇപ്പം ഈ പറഞ്ഞ സ്ഥിതി അനുസരിച്ചിട്ട് പറയാണ് ഇവിടെ ഈ വീടും ഈ വായുവും ഈ ഓല വീടും എല്ലാം ഒന്നു തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിനെ ഒന്നായിട്ട് കാണണം, അറിവിൻ്റെ ദൃഷ്ടിയിലൂടെ ഒന്നായിട്ട് കാണണം. അതൊന്നല്ല, ഇതൊക്കെ വേറെ വേറെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അജ്ഞാനത്തിലാണ്. അജ്ഞാനത്തിലുള്ള വ്യക്തിക്ക് ഭിന്നമായി കാണുന്ന, സൃഷ്ടിയിൽ ഓരോന്നിനെയും ഭിന്നമായി കാണുന്ന വ്യക്തി അജ്ഞാനത്തിലാണ്. അയാളുടെ സംസാര അനുഭവങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അയാൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ജനിമൃതികളിലൂടെ കടന്നു പോകും, സംസാരിയായി തന്നെ തുടരും. അപ്പോൾ എപ്പോഴും ഭിന്നത്വം എവിടെയുണ്ടോ അവിടെ ദുഃഖമുണ്ട്, ഭയമുണ്ട്. ഭിന്നത്വം മാറിയോ, എല്ലാം ഒന്നാണ് എന്ന അറിവിലേക്ക് എത്തിയോ, എല്ലാം ആത്മാവാണെന്ന അറിവിലേക്ക് എത്തിയോ, അവിടെ ഭയമില്ല, ദുഃഖമില്ല, ആനന്ദം മാത്രം. അതാണ് ഈ മന്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏകവും അദ്വൈതവുമായ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും ഇല്ല. ഇതാണ് മനസ്സിൽ ഉറച്ചിരിക്കേണ്ടത്. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ബ്രഹ്മവും ഒന്നു തന്നെ. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഇന്ദ്രിയങ്ങളോ കരണങ്ങളോ ഇല്ല. അതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന അജ്ഞാനം കൊണ്ടാണ്. അതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നിടത്തോളം കാലം ഈ സംസാരാനുഭവം ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല സത്യം, ഇതിനൊക്കെ ആധാരമായിട്ട് ബ്രഹ്മമുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നറിയുന്ന ആൾക്ക് ജനിമൃതികൾ ഇല്ല, മരണം എന്ന അവസ്ഥയില്ല. അവർ മൃത്യു ഇല്ലാത്ത തലത്തിലേക്ക് എത്തും. ഇവിടെ ഇപ്പം നാനാത്വം ഉള്ളത് കൊണ്ടാണ് മൃത്യുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം നാനാത്വം ഇല്ല, എല്ലാം ഏകമാണ് എന്ന ദർശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൃത്യുവിനെ അതിജീവിക്കാം, മൃത്യുവില്ലാത്ത തലത്തിൽ ആത്മാവിൻ്റെ തലത്തിൽ ഉറച്ചിരിക്കാം. അപ്പം നചികേതസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അജ്ഞാന അവസ്ഥയിലാണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കും. അല്ല, ജ്ഞാനാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ജനിമൃതികൾ ഇല്ല എന്ന അനുഭവത്തിൽ ഉറച്ചിരിക്കും. അപ്പം എങ്ങനെ വേണം എന്നുള്ളത് നമ്മളെ കയ്യിലാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിലേക്കുള്ള പോകണോ അതോ ജ്ഞാനത്തിലേക്ക് എത്തണോ അജ്ഞാനത്തിൽ തുടരണോ എന്നുള്ളത് ഓരോ ഉപനിഷത്ത് വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്തമാണ്. എങ്ങനെ ഈ ഒരു അവസരം നമുക്ക് മനുഷ്യൻ ജന്മം എന്നൊരവസരം കിട്ടി, ഇതൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടി, ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടി. ഇനി വേണ്ടത് പ്രയത്നമാണ്. ഇതൊക്കെയാണ് ഈ മന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം നാനാത്വമായിട്ട് പലതും നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം ഏകമാണ്. ഇപ്പം അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മിക്കണം. ഒരുപാട് ഈശ്വര രൂപങ്ങളെ കാണുമ്പോൾ ഇതൊക്കെ ഒന്നു തന്നെയാണ് എന്നുള്ള ഓർമ്മ വരണം. അന്ന് ആര് പറഞ്ഞു? എന്ന് ഉപനിഷത്തുകൾ പറയണം. അപ്പം അല്ല അത് വേറെ ഇത് വേറെ പറയണമെങ്കിൽ അദ്ദേഹം ഉപനിഷത്തുക്കളൊന്നും പഠിച്ചിട്ടില്ല, വേദാന്തം തത്വം പഠിച്ചിട്ടില്ല, വേദങ്ങളുടെ തത്വം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ ഓർമ്മ വരണം. ഇവിടെ പറയുന്നത് ജനിമൃതികളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ അദ്വൈത ജ്ഞാനം മാത്രമേ ഉള്ളൂ. എല്ലാം ഏകമാണ് എന്ന തത്വത്തിൽ എത്തിയാൽ മാത്രമേ രക്ഷയുള്ളൂ. ദ്വൈതഭാവം ഉള്ളിടത്തൊക്കെ ജനിമൃതികളും ഉണ്ടാവും. മനസ്സൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന മൃത്യോ സമൃത്യും ഗച്ഛതി യൈഹനാനേവ പശ്യതി. മനസ്സുകൊണ്ടു തന്നെ പറയപ്പെട്ട അദ്വൈതഭാവം പ്രാപിക്കത്തക്കതാണ്.
ഏറ്റവും വലിയ അനുഗ്രഹം പറഞ്ഞു. മനസ്സുകൊണ്ട് അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരാം. ഇവിടെ ഒന്നും തന്നെ പലതായിട്ടില്ല. ആറിവിടെ പലതായി കാണുന്നുവോ അദ്ദേഹം മൃത്യുമുക്തി, മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും പലതായിട്ടില്ല. അങ്ങനെ ഒരു അദ്വൈത ഭാവത്തിലേക്ക് എത്താം. അതെങ്ങനെ എത്താം? മനസ്സുകൊണ്ടെത്താം. മുമ്പ് പറഞ്ഞ മനസ്സാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇപ്പം പറഞ്ഞ മനസ്സുകൊണ്ടാണ് അദ്വൈത ഭാവത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ തോന്നും. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഓടിക്കൊണ്ട് നടക്കുന്ന മനസ്സ് കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അദ്വൈത ഭാവത്തിലേക്ക് എത്തില്ല. ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ് ഒരു വിഷയത്തിൽ നിന്ന് വേറെ വിഷയത്തിലേക്ക് ഓടി ഓടി ജീവനെ വിഷയഭാവത്തിൽ തന്നെ പിടിച്ചു നിർത്തും. അതങ്ങനെ ഭഗവത്ഗീതയിൽ പറഞ്ഞ ശ്ലോകം നമുക്ക് ഓർമ്മിക്കാം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്ത്വേഷുപജായത എന്ന ശ്ലോകമുണ്ട്. ഒരു മനുഷ്യൻ വിഷയങ്ങളോടൊരാഗ്രഹം വരുമ്പോൾ എപ്രകാരം ആത്മബോധത്തിൽ നിന്ന് അകന്ന് നശിച്ചു പോകുന്നു. അപ്പം മനസ്സുകൊണ്ട് എങ്ങനെ അദ്വൈത ഭാവം? മനോനിയന്ത്രണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് അതിനെ ചിന്തിക്കാനുള്ള ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേ മനസ്സുകൊണ്ട് തന്നെ അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരാം. മനസ്സ് നമ്മളൊക്കെ കയ്യിലുണ്ട്. അപ്പം എന്താ വേണ്ടത്? ശമം, ദമം, ഉപരതി, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം, ഷഡ് സമ്പത്തി. ഇത് വേണം. ഷഡ് സമ്പത്തി ബലമാവണമെങ്കിൽ എന്ത് വേണം? വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം. ഇതിനാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയും. വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തി, മുമുക്ഷുത്വം. ഇതുള്ള ഒരാൾക്ക്, ഇതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരാൾക്ക് മനോനിയന്ത്രണത്തിലൂടെ തന്നെ ചിന്തിച്ചുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് തന്നെ അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ മനോനിയന്ത്രണമാണ് ഏറ്റവും ആവശ്യമുള്ളത്. നമ്മൾ ജനിച്ചതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നേടിയെടുക്കേണ്ട കഴിവ് മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും. അതിലൂടെ മാത്രമേ ഈ നാനാത്വ ദർശനം, പലതായി കാണപ്പെടുന്ന അവിദ്യ, അതിനെ നശിപ്പിച്ച് ഏകത്വ ദർശനം എന്ന വിദ്യയിലേക്ക് എത്താൻ സാധിക്കും. മനസ്സുള്ളിടത്തോളം കാലം ഏകത്വ ദർശനം ഇല്ല. മനോനിയന്ത്രണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. മനോനാശം ആത്മസാക്ഷാത്കാരം എന്ന് പറയാം. മനസ്സിൻ്റെ നാശം കൊണ്ട് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. മനസ്സിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മനസ്സിൻ്റെ നാശം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ചിന്തകളില്ലാത്ത അവസ്ഥ. മനസ്സിനെ നമ്മൾ അറിയുന്നത് ചിന്തകളിലൂടെയാണ്. ചിന്തിക്കുന്നുണ്ടോ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ല മനസ്സില്ല, അങ്ങനെയാണ്. അപ്പോൾ ചിന്താനാശമാണ്. അതുകൊണ്ടാണ് ധ്യാനത്തിനൊക്കെ ഇത്ര പ്രാധാന്യമുള്ളത്. ധ്യാനത്തിലൂടെ ചിന്തകളെ നിയന്ത്രിച്ച് ചിന്തകളില്ലാത്ത, ചിന്താരഹിതമായ അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ, സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ആത്മാവിലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആത്മാവിൽ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ജീവൻ്റെ അവസ്ഥയിലേക്ക് എത്തും. ജീവനിൽ നിന്നും മനസ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇത് രണ്ടും മനസ്സാണ്. അതുകൊണ്ടാണ് മനസ്സിലൂടെ അദ്വൈതത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, മനോനിയന്ത്രണം. അടുത്തതായിട്ട് ഈശ്വര രൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വേദാന്തിക്ക് വിഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ അങ്കുഷ്ടമാത്ര പുരുഷ, നമ്മുടെ കൈയുടെ തള്ളവിരലിൻ്റെ രൂപത്തിലുള്ള ഒരു ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട് 12ാമത്തെ മന്ത്രം മുതൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.